ഹേ ഗൈസ്, അപ്പോൾ സമയം 8:27 ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇന്നൊരു പാർക്ക് വരെ പോവുകയാണ്. അപ്പം ഞാൻ ഇത്ര നേരം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മേളിലത്തെ രാജേഷിനും ചേച്ചിയും വന്നിട്ട് പറഞ്ഞാൽ നമുക്കൊരു പാർക്കിൽ പോകാമെന്ന് പറഞ്ഞ് അന്നേരത്തേക്ക് വണ്ടി എടുത്ത് അവരിറങ്ങി. അപ്പോൾ നമ്മുടെ ഇറങ്ങുന്നേ ഉള്ളൂ. ഞാനന്നേരം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഇത് നിർത്തിയിട്ട് അപ്പോൾ പോകുന്നത്. നമ്മളപ്പോൾ വണ്ടി കയറി പോവുകയാണ്. അമ്മ അപ്പോൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും ഷോർട്ട് വ്ളോഗിലും എല്ലാത്തിനകത്തും നെസ്റ്റോ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ നെസ്റ്റോൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് അൽ വാദി അൽ കബീർ എന്നാണ് ഈ സ്ഥലം. നമ്മുടെ നെസ്റ്റോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, നമ്മുടെ എല്ലാ ഷോർട്ട് വ്ളോഗിനകത്തും നെസ്റ്റോ ഇല്ലാണ്ട് ഒരു വീഡിയോ ഇല്ല. ഇതിൻ്റെ പേരിൽ നെസ്റ്റോ എനിക്ക് എഴുത്തരുമൊന്നും വേണ്ട. ഞാൻ ഇതുപോലെ നെസ്റ്റോയ്ക്ക് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ. അപ്പോൾ ഇവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നെസ്റ്റോയ്ക്ക് നല്ല രീതിയിൽ പ്രൊമോഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഇതിനൊടുവിൽ നമ്മൾ ഈ പാർക്കിലെത്തി. ഇതാണ് ഇവിടുത്തെ പാർക്ക്. ഇവിടെ വൈകിട്ടുള്ളവർ ചില്ല് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ. കണ്ടോ, ഇത് പിള്ളേർക്കൊക്കെ നൈസായിട്ട് വന്നിരിക്കാം, അല്ലെങ്കിൽ ഈവനിങ് ടൈമിനൊക്കെ ആൾക്കാർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു പാർക്കെന്ന് പറയാം. അതാണ് സെറ്റപ്പ്. നമ്മുടെ അവിടുത്തെ സുഭാഷ് പാർക്ക് അങ്ങനത്തെ പരിപാടി പോലത്തെ ഒരു ചെറിയ പാർക്കാണിത്. ഇവിടെ നടക്കാനൊക്കെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ സൈക്കിളൊക്കെ ഉള്ളവർക്ക് സൈക്കിളൊക്കെ ആയിട്ട് വരാൻ തേക്കുണ്ട്. അപ്പോൾ ചേച്ചിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ അവളെയും കൊണ്ടാണ് അവർ പോയത്. അപ്പോൾ അവരവിടെ നിൽപ്പുണ്ട്. നമ്മളപ്പോൾ ഇവിടെ വന്നു. ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഈന്തപ്പന കിളുത്ത് നിൽക്കുന്നു എന്നാണ് അമ്മ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയാണ് ഇവിടുത്തെ നമ്മുടെ സഞ്ചാരത്തിലെ സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പോൾ നമ്മളിവിടെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഞാനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. തത്തളം പിത്തളം അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കണ്ടില്ലേ നിങ്ങൾ? സത്യം പറഞ്ഞാൽ കുറേ നാളായി ഈ ഷട്ടിലൊക്കെ കളിച്ചിട്ട്. ഞാൻ വലിയ പ്ലെയറൊന്നും അല്ല. ഇതുപോലെ തത്തളം പിത്തളമൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. നിൽക്കാൻ കോമഡിയാണ് എൻ്റെ അടിയും പിടിയും കാണാൻ. അപ്പോൾ അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കണ്ട, തത്തളം പിത്തളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അളിയൻ കയറി കളിക്കാൻ തുടങ്ങി. അളിയനും കുറേ നാളായി ദേഹനങ്ങിയിട്ടാണെന്ന് തോന്നുന്നു. കണ്ട, ആളും കളിക്കുന്നുണ്ട്. ആളും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളായി ഇത് സാധനം കളിച്ചിട്ട്. അപ്പോൾ എനിക്ക് വലിയ വശമൊന്നും ഇല്ലതേ. ഇവിടെ ഒരാൾ നമ്മുടെ തേജിക്കുട്ടൻ്റെ സൈക്കിളിൽ കയറി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ചേച്ചി അമ്മ അവിടെ നിൽപ്പുണ്ട്. അത് ഇവിടെ രാജേഷേട്ടനും അളിയനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഒരാൾക്ക് പിന്നെ പാർക്കിൽ പുറത്തോട്ടിറങ്ങിയാൽ പിന്നെ സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റിയില്ല. പുറത്തോട്ട് എവിടെ ഇറങ്ങിയാലും ആൾക്ക് ഭയങ്കര ചിളിയും കയറിയാണ്. അങ്ങനെ പിന്നെയും അവരുടെ മാച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാനും കുറച്ച് നേരം കളിച്ചായിരുന്നു. പക്ഷേ അതിപ്പോൾ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. ഇവിടെ ഒരാൾ സന്തോഷം ആനയെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനത്തെ കലാപരിപാടികളുമായിട്ട് ഇവിടെ ഒരു വഴിക്ക് പോകുന്നു. ഇവിടെ രാജേഷേട്ടനും ചേച്ചിയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഞാനപ്പോൾ ഇങ്ങോട്ട് മാറി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ഇതാണ് പാർക്കിൻ്റെ വേറൊരു വശം. നമ്മളപ്പോൾ കളിക്കുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മാറി നടന്നേ. ഇവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ക്യാമ്പിംഗ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. കണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്യുന്നു. കുറേ പേര് കസേരയൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിക്കുന്നു. കണ്ടോ, ഇവിടെ കുറച്ച് പേര് ക്രിക്കറ്റ് കളിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് ഈ സൈഡിൽ അവിടെ കുറേ പേര് ഇരുന്ന് ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ കണ്ടായിരുന്നു. അന്നേരം എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ നോക്കുന്നുണ്ടായിരുന്നു. അവർ ഓരോരുത്തരുടേതായ പ്രൈവറ്റ് സ്പേസിലിരുന്ന് അവരുടേതായ പരിപാടികൾ, കളി, ചിരി, പിന്നെ കുറച്ച് കൂട്ടത്തോടെ ഇരുന്ന് വർത്താനം. അവിടെ പൊരിഞ്ഞ പോരാട്ടമാണ്. അളിയനും ചേച്ചിയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇവിടെ ഇതാണ് സെറ്റപ്പ്. നമുക്ക് നടക്കാൻ സൈക്ലിംഗ് ഉണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് പിള്ളേരുടെ പാർക്കും ഉണ്ട്. ഇപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ലൈസൻസ് എവിടെ ഉണ്ട്? ലൈസൻസ് അതെന്താ ലൈസൻസ് ഇല്ലാത്ത വണ്ടി കൊണ്ടാണ് നടക്കണത്? പോലീസ് പിടിക്കുമല്ലോ. ഒറ്റ ചവിട്ട് കൊടുക്കുമോ? അങ്ങനെ ചെറുക്കനെ അവിടെ ഇട്ട് വെറുതെ വരട്ടി പേടിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മളപ്പോൾ വീണ്ടും പിള്ളേരുടെ പാർക്കിലേക്ക് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. ഇവിടുത്തെ നമ്മുടെ പനയാണ് നിൽക്കുന്നത്. ഈന്തപ്പന. ഇതാണ് പിള്ളേരുടെ പാർക്ക്. അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരാൾ മണ്ണിൽ കാര്യമായ കളിയിലാണ്. എന്താണ് പരിപാടി നടന്നുകൂടാ. ഇവിടെ പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഊഞ്ഞാൽ സെറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരാളാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ സന്തോഷം സഹിക്കാൻ മേലാതെ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അധികം പരിപാടിയൊന്നുമില്ല. ഇവിടെ കുറേ നേരം നിന്നു. വൈകിട്ട് ഈവനിങ് അല്ലെങ്കിൽ രാത്രി സമയത്ത് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ വീഡിയോയിൽ അമ്മയെ കാണിച്ചില്ല എന്നൊരു പരാതി ഉണ്ട്. അമ്മയെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ 9:28 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ് അടിക്കാനും ഷെയർ അടിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, അപ്പം ബൈ ഗൈസ്.